ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മധ്യപ്രദേശിൻ്റെ ഉൾനാടൻ ഗാവുകളിൽ ഉണ്ടാക്കുന്ന ഒരു അടാറ് മീൻകറിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം മധ്യപ്രദേശിൻ്റെ ഉൾനാടൻ ഗാവുകളിൽ ഉണ്ടാക്കുന്ന മീൻകറിയാണെന്ന് അറിഞ്ഞിട്ടാണോ എന്തോ, എന്തായാലും വിശപ്പ് കയറിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഇവിടെയും കുത്തിയിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. എനിക്കും ഒരുപാട് വിശപ്പ് സഹിക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്നൊരു റെസിപ്പി തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ്. സംഗതി ഇത് മധ്യപ്രദേശിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ദാണ്ടെ സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം. ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട്, ഗ്യാസ് ഉള്ളവർക്ക് ഗ്യാസിലും വെക്കാം. എനിക്ക് കൂടുതലിഷ്ടം അടുപ്പത്ത് വെക്കുന്നതായതുകൊണ്ടാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം. കടുകുമണീസൊന്നും ഇല്ല, അവരങ്ങനെ അധികം കടുകുമണീസൊന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ മലയാളികൾക്ക് മാത്രമാണ് ഈ കടുകുമണീസൊക്കെ ഉള്ളത്. പിന്നെ നമുക്കങ്ങനെ വെറൈറ്റി വ്യത്യസ്തമായിട്ട് എല്ലാം വേറെ ഇട്ട് വഴറ്റലൊന്നുമില്ല. എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇളക്കി ഒറ്റ തട്ടൽ എണ്ണയിലോട്ട്, അതങ്ങനെ അവിടെ കിടന്ന് അങ്ങനെ അങ്ങോട്ടങ്ങ് വഴളട്ടെ. എണ്ണയിൽ എന്തിട്ടാലും വഴണ്ടുള്ളൂ. അതിനിപ്പോൾ പ്രത്യേകം ഓരോന്നൊന്നും ഇടണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനങ്ങ് പണ്ട് കാലങ്ങളിൽ ഗാവിലെങ്ങാണ്ടാണ് താമസിച്ചതെന്ന്. ഞാൻ ഗാവിലെങ്ങും അല്ല കേട്ടോ, ഞാൻ ഈ കേരളത്തിൽ തന്നെ കിടന്നതാണ്. പക്ഷേ എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ കണവൻ പണ്ട് കള്ളവണ്ടി കയറി 10ാം ക്ലാസ് കഴിഞ്ഞപ്പം മധ്യപ്രദേശിലേക്കൊരു പോക്കങ്ങ് പോയായിരുന്നു. അന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഗാവുകാരൊക്കെ വെച്ച് കൊടുത്ത കറിയുടെ ടേസ്റ്റ് കൊണ്ടാണ് അങ്ങേരി ഇവിടെ വന്നപ്പം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കറി കൂട്ടി ബോറടിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പം അത് വളരെ ഈസിയാണ്, വളരെ പെട്ടെന്നാണ്. എന്നാലോ ടേസ്റ്റ് എന്ന് വെച്ചാലും പോരാ, നല്ല അട്ടാറ് ടേസ്റ്റ്. നമ്മളൊക്കെ എത്ര ഇട്ട് ഉണ്ടാക്കിയാലും ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഉള്ള ടേസ്റ്റാണ് ആ കറികൾക്കൊക്കെ. എന്നാൽ അതൊക്കെ വെറും നിസ്സാരപ്പെട്ട ചെറിയ ചില്ലറ പണികളേ ഉള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു 1.5 സവാള, ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്, ഒരു ലേശം വെളുത്തുള്ളി, ഇത്രയാണ് ആ എണ്ണയിൽ വഴറ്റാൻ വെച്ചേക്കുന്നത്. എന്നിട്ട് മീൻ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ മീൻ വറക്കാൻ പുരട്ടുന്നത് പോലെ അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താ വറക്കാൻ പോവാണെന്ന്. പക്ഷേ ഒരു സംഗതി ഉണ്ട് കേട്ടോ, ഞാനിവിടെ കൊളസ്ട്രോൾ കയറി എല്ലാ എണ്ണവും കൂടെ ഒന്നിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് അടിച്ചു പോകണ്ടെന്ന് കരുതിയിട്ട് അവർ ചെയ്യുന്ന ഒരു റെസിപ്പി അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ ഈ സാധനം മീൻ കുറച്ച് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ടാണ് അവർ കറിയിലേക്ക് ഇടാറ്. പക്ഷേ ഞാനിവിടെ ആ ഒരു സമ്പ്രദായം മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്. മീൻ അങ്ങനെ പൊരിച്ചിടലില്ല. പകരം എൻ്റെ ഉള്ളിയൊക്കെ അതേണ്ട നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വഴണ്ട് അങ്ങോട്ട് വരുന്നതായിട്ടുള്ള ഒരു സമയമുണ്ട്. അതായത് അതിൻ്റെ ചെറിയൊരു ഗോൾഡൻ കളറും ഗോൾഡൻ ബ്രൗൺ കളറും. ഇതിപ്പം നമ്മുടെ ഇവിടങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആദ്യം സവാള ഇട്ടു, പിന്നീട് പച്ചമുളക് ഇട്ടു, പിന്നീട് തക്കാളി ലാസ്റ്റ് ഇട്ടു. എന്നിട്ട് പഴയ അമ്മമാരോട് ചോദിക്കുമ്പോൾ അവർ ഒരു പറച്ചിലുണ്ട്, എല്ലാം കൂടെ ഒന്നിച്ച് വഴളത്തില്ലെന്നേ. ചുമ്മാതാട്ടോ, എണ്ണയിലിട്ടാൽ എല്ലാം ഒന്നിച്ച് വഴളും. അപ്പോൾ അത് നന്നായിട്ട് ആ സാധനം ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഇങ്ങനെ ആയി വരണം. അപ്പോഴത്തേനും നമ്മളവിടെ മീൻ പൊരിക്കുന്ന കണക്ക് വരഞ്ഞ് അത് മുളകൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് ഈ വഴന്ന ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് മീൻ ആവശ്യമായത് നമ്മൾ മീനകത്ത് ആൾറെഡി ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലേശം മുളക് പൊടി, നമുക്ക് എത്ര എരിയാണോ വേണ്ടുന്നത് അതിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നും പറഞ്ഞ് കണ്ടമാനം മുളക് പൊടിയൊന്നും വാരി ഇടരുത് കേട്ടോ. ഒരു മീഡിയം പരുവത്തിനുള്ള ആയിരിക്കും. ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി ലേശം മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു ലേശം ഉലുവാപ്പൊടി അതും കൂടെ ഇട്ട് കഴിയുമ്പം നമ്മുടെ കറിയുടെ ആ ഒരു സംഗതികൾ കഴിഞ്ഞു. അതായത് ഇനി പൊടി ഐറ്റംസ് ഒന്നുമില്ല. ഇനി പാകത്തിന് പുളിയും ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അതും അവിടെ ഉള്ളവർക്ക് ഈ തക്കാളി മാത്രമാണ് കേട്ടോ പുളി. അവർ പിഴിപുളി യൂസ് ചെയ്യാറില്ല. പക്ഷേ നമുക്കത് പുളി അങ്ങോട്ട് രസിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പിഴിപുളിയും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കറിക്കൊക്കെ, നമ്മൾ മലയാളിയൊക്കെ കറിക്കൊക്കെ ഇച്ചിരി എരിവും പുളിയൊക്കെ ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് ഇതിനകത്ത് ചേർക്കാറുണ്ട്. അപ്പം ആ മസാല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കതിലേക്ക് നമ്മൾ ഈ മീൻ മസാല പുരട്ടി വെച്ചേക്കുന്ന മീൻ നന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എണ്ണയും ഈ മീനിൻ്റെ നെയ്യും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ മീൻ ചെറുതായിട്ടൊന്ന് ആവി കയറി ഒന്ന് നന്നായിട്ടൊന്ന് ഒരു സൈഡൊന്ന് ചെറുങ്ങനെ ഡ്രൈ ആയി വരും. വേണ്ട, ഞാൻ നന്നായിട്ട് അതെല്ലാം പറക്കി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്.
സംഭവം നല്ല അഡാറ് ടേസ്റ്റാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെ ഒരു മീൻകറി വെച്ച് എല്ലാവരും നോക്കണം. അപ്പം ദേ ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ലേശം പുളി എടുത്തിട്ട് ഈ മീനിൻ്റെ മസാല എടുത്ത് ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പുളി നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിങ്ങെടുക്കാം. അപ്പം രണ്ടാണ് ഗുണം, ആ പാത്രത്തിലുള്ള ആ മസാലയൊന്നും വേസ്റ്റായി പോവുകയില്ല. ആ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇത്രയും ഒരു വെള്ളം മാത്രം, മീനൊന്ന് നന്നായിട്ട് മുങ്ങി നിൽക്കാനുള്ള വെള്ളം മാത്രം മതി. അത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതങ്ങ് ഒരുപാട് വെള്ളം ഒഴിച്ച് വെക്കുന്ന കറിയൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ആ ഉള്ള കറിയും ആ ഒരു ചാറും കൂടി കൂട്ടി ചോറ് തിന്നാലേ എന്നാ രുചിയാണെന്നറിയാം. വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ചുമ്മാ ഇതങ്ങ് തള്ളി മറിക്കുന്നതൊന്നും അല്ല കേട്ടോ, ഉണ്ടാക്കി കഴിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ ഒരു മസാല ഇട്ട് ഇതേപോലെ ഞാനൊരു കറി അടുപ്പത്ത് വെക്കുമ്പം തൊട്ട് എൻ്റെ പൂച്ചക്കുട്ടന്മാർ ഇങ്ങനെ ഇരുന്ന് നിലവിളി തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾറെഡി അവരെല്ലാം ചിക്കൻ കൊതിയന്മാരാണ്. അതായത് ചിക്കൻ കറി വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറി അടപ്പേ വേവുന്ന മണമാകുമ്പോൾ അവർ വാട്ടം പിടിച്ച് എനിക്ക് ചുറ്റും ഇങ്ങനെ വന്നിരിക്കാറ് പതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു റെസിപ്പി. ഈ ഒരു ഫിഷ് കറി ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അടുക്കളയിൽ തന്നെ അങ്ങോട്ട് സ്ഥാനം പിടിച്ചിരിക്കും. ആരും പിന്നെ പുറത്തോട്ട് പോലും പോവില്ല. ആ കറി വെന്ത് ചോറ് കിട്ടുന്നത് വരെ അവർ ഒരേ ഇരിപ്പാണ്. അപ്പം വേണ്ട നമ്മുടെ ആ ഒരു കറി ഏകദേശമൊക്കെ ഒന്ന് പരുവമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു മണമൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, അഡാറ് മണമാണ്. ആ മണമൊക്കെ പിടിച്ചിട്ടിങ്ങനെ തങ്ങി വന്നിങ്ങനെ കാത്തൊരിപ്പാണ്. ഇതിപ്പോൾ റെഡിയാവോ, ഇച്ചിരി ചോറിഞ്ഞ് തരാവോ, വെന്തില്ലേലും വേണ്ടിയില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കറി നല്ല സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇത് പകർന്ന് മാറ്റാറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒന്നും കൂടെ ഒന്ന് പറ്റി വരണം. ഒപ്പം ഇത് ഇളക്കുമ്പം നമ്മൾ മീൻ വരഞ്ഞതായതുകൊണ്ട് തന്നെ മീൻ ഒരുപാടിട്ട് കുത്തി തിരിഞ്ഞ് ഇളക്കരുത്. ഒരു മയത്തിനൊക്കെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ മീൻ പൊടിഞ്ഞു പോവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഫിഷ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടാണ് അവർ കറിയിലിടുന്നത്. നമ്മളിവിടെ കൊളസ്ട്രോളൊക്കെ കയറിയിട്ട് അടിച്ചു പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിനെ ഫ്രൈ ആക്കാനൊന്നും നിൽക്കാത്തത്. കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതോ മണം, അതിൻ്റെ രുചി. പിന്നെ ഇനി വേണ്ടിയവർക്ക് ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആക്കണമെന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു പൊടിക്കൈയും കൂടെ പറഞ്ഞു തരാം. ഇതിനകത്തൊരു ഉണ്ടമുളക് കൂടെ അങ്ങോട്ട് ഇട്ടാലുണ്ടല്ലോ, വാ, നമ്മുടെ അമ്മൂമ്മയൊക്കെ നല്ല ചീനിയുടെ കൂടെ വെച്ച് തരുന്ന ആ ഒരു കറിയുടെ രുചി ഉണ്ടല്ലോ, അതുപോലെയാവും. അപ്പം എന്താണ്ട ഞാനിത് അടപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് മൺചട്ടിയുടെ മാത്രം ഒരു പ്രതിഭാസമാണ്. അടപ്പത്തുനിന്ന് ഇറക്കിയാലും കറി ഏകദേശം 5 മിനിറ്റോളം ഇരുന്ന് തിളയ്ക്കും. അപ്പോൾ അവർക്കിനി ക്ഷമിക്കാൻ സമയമില്ല, എനിക്ക് ഒട്ടുമേ സമയമില്ല. അതുകൊണ്ട് ഞാൻ മുമ്പേ അവർക്ക് ചോറ് വിളമ്പി 2 മീനിട്ട് ഇളക്കി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് കൊടുക്കാണ്ടെങ്ങാണ് ഈ സാധനം ഞാൻ എടുത്തുകൊണ്ട് പോയി തിന്നാനിരുന്നാൽ അവരവിടെ ഇരുന്ന് കീറി ഞാന്ന് കീറി എന്നെ ശല്യപ്പെടുത്തി ചോറ് വാങ്ങിക്കും. അപ്പോൾ ഓക്കെ, ബൈ.